സാറേ രണ്ടുപേരും ബാക്കിൽ പോയി നോക്കണം, പോയി നോക്കണം. ഇങ്ങോട്ട് വരണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഓരോ കാരണങ്ങൾ ശാരദാമ്മയുടെ വീടുമായിട്ട് ചുറ്റിപ്പറ്റി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ കേസും ബഹളം ഉള്ളവരല്ലേ ഈ കോടതി കയറി ഇറങ്ങേണ്ടതുള്ളൂ. അതാണ് പോയിന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ടൂറ് കഴിഞ്ഞ് വിഷ്ണു കുട്ടികളൊന്നും വന്നിട്ടില്ല. ഇന്നലെ വന്നപ്പോ ഞാൻ സാറിനോടൊന്ന് പറഞ്ഞതല്ലേ. അവര് വരട്ടെ. ആ കേസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ വന്നതേ മറ്റൊരു കേസിന്. ഈ ഗോപാലകൃഷ്ണനുമായി സംബന്ധിക്കുന്നൊരു കേസാണ്. ആളില്ലേ ഇവിടെ? ഇല്ല. നാട് മുഴുവൻ സംബന്ധം ഉണ്ടാക്കി അതിലിങ്ങനെ കുഴപ്പക്കാരെ മക്കളെയും ജനിപ്പിച്ചിട്ട് അയാളെപ്പോഴും റോന്നു കിട്ടിയല്ലേ? ഇനി എവിടെയൊക്കെയാ ഭാര്യയും മക്കളും ഉള്ളതെന്ന് ഈശോ മിശിഹ തമ്പുരാന് മാത്രമേ അറിയൂ. അല്ലേ ശാരദാമ്മേ? സാറിന് ഇപ്പൊ എന്താ അറിയേണ്ടത്? ഇവനെ അറിയ അനൂപ് ഗോപാലകൃഷ്ണൻ ജാരസന്തതിയാണോ? ഹലോ, പറ ശാരദാമ്മേ, ആരാ കക്ഷി? സാറേ, അത് രണ്ടാം ഭാര്യയിലെ മോനാ. ആ, രണ്ടാം ഭാര്യയായാലും മൂന്നാം ഭാര്യയായാലും കേസിന് ചുമക്കേണ്ടതേ ഒന്നാം ഭാര്യയായ ശാരദാമ്മ. കാരണം അദ്ദേഹത്തിന്റെ ഈ കൂടുതലും പ്രവർത്തന മേഖല ഏതാണ്ട് ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ആയിരുന്നല്ലോ. അതിരിക്കട്ടെ, ഈ അനൂപിനെ ഇപ്പൊ എവിടെ ചെന്നാ കിട്ടും? അവനെ ഈ അബൂബക്കർ എന്ന് പറഞ്ഞ് എന്റെ ഒരു സുഹൃത്തിന്റെ മോൻ കെട്ടാൻ നിശ്ചയിച്ചിരുന്ന പെണ്ണിനെ അടിച്ചോണ്ട് പോയിരിക്കുക. അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ വലിയ പരിക്കുകളൊന്നും കൂടാതെ ഞാൻ സെല്ലിനടച്ചേക്കാം. പക്ഷേ അവനെ തിരക്കി പരക്കം പാഞ്ഞ് നടക്കുന്നവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ എല്ലാവരും അവന്മാര് ചെണ്ടക്കോലുണ്ടാക്കും, അറിയോ? അതുകൊണ്ട് ശാരദാമ്മ അവനെങ്കിൽ പുറത്തോട്ട് വിളിക്കും. സാറേ, വിഷ്ണുവിനെ തിരക്കി വന്നപ്പോ പറഞ്ഞ മറുപടി തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. ഇവിടെ ആരും ഇല്ല. ഞാൻ ഈ വീട്ടിൽ ആരെ ഒളിപ്പിച്ചു വെച്ചിട്ടുമില്ല. ഇത് കേട്ട് വിശ്വസിച്ചങ്ങ് പോവും ഏതെങ്കിലും ഒരു സാധാ പോലീസുകാരൻ. പിന്നെ ഇതേ ഒരല്പം കൂടിയേനോ. അവനെയും കൊണ്ടേ ചന്ദ്രബോസ് ഇവിടുന്ന് പോകും.